ഹലോ ഗേസ്, ജോസ്ന വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആ കമ്മലിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം നേരെ പോയത് ഈ ഒരു പാത്രക്കടയിലേക്കാണ് കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കടയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ചെന്നൈയിൽ വന്നപ്പോൾ ക്വാർട്ടേഴ്സ് താമസിക്കുമ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വീട്ടിൽ മിസ്സിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചീനഗർ വന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു നല്ലൊരു കടയാണ് കേട്ടോ ഇത്. ആ ടൈം തൊട്ട് ഞാൻ ഇവിടുന്ന് മാത്രമാണ് പർച്ചേസ് ചെയ്തത്. എവിടെ പോയാലും നമുക്കൊരു തൃപ്തി കിട്ടില്ല. ഇവിടെ വന്നാൽ പക്ഷേങ്കിൽ ഇവിടെ വന്നാൽ മാത്രമേ എനിക്ക് ഞാൻ വിചാരിച്ച ഐറ്റംസൊക്കെ എനിക്കിവിടെ കിട്ടാറുള്ളൂ. ഇവിടെ കുട്ടികളുടെ കുറേ പല വലുപ്പത്തിലും പല ഷേപ്പിലൊക്കെയുള്ള ലഞ്ച് ബോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചമ്മന്തി ഇട്ട് കൊണ്ടുപോകുന്ന പാത്രം തൊട്ട് വലിയ വെള്ളം വെക്കുന്ന പാത്രം വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചീനച്ചട്ടികൾ, ഇതുപോലെ മൂടിച്ചെമ്പുകൾ, അങ്ങനത്തെ തന്നെ ഞാൻ വന്നത് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയും ഇവിടെ വന്നായിരുന്നു. അവർക്ക് കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നായിരുന്നു. അവരിവിടുന്ന് കുറേ വെള്ളം നിറക്കുന്ന വലിയൊരു ഇതില്ലേ, പാത്രമില്ലേ, അത് വാങ്ങിച്ചു. പിന്നെ കുറേ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, പ്ലേറ്റ്സുകൾ, അതൊക്കെ നമുക്കിവിടെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അഫോർഡബിൾ പ്രൈസിന് നമുക്കിവിടെ കിട്ടും. അതുപോലെ തൂക്കുപാത്രങ്ങളുണ്ടല്ലേ, അവരന്ന് തൂക്കുപാത്രത്തിന് കുറേ തിരഞ്ഞായിരുന്നു. ആ ടൈമിൽ തൂക്കുപാത്രം അവർ വിചാരിച്ച മോഡൽ കിട്ടിയില്ല, അതുകൊണ്ട് അന്ന് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊരു സെക്ഷനായിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റീലിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇപ്പുറത്തെ സെക്ഷനായിട്ടുള്ളത് ഇങ്ങനത്തെ ഗോൾഡ് കവറിങ് ചെയ്തിട്ടുള്ള കുറേ വിളക്കുകളും പിന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളില്ലേ, ഇതെല്ലാം ഗോൾഡ് കവറിൽ ആക്കിയ കുറച്ച് രൂപങ്ങളാണ് കേട്ടോ. പിന്നെ പൂജയ്ക്ക് വേണ്ട കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എവിടെയും പോകണ്ട. മറ്റൊരു കടയിൽ പോയിട്ട് നമുക്ക് ഒരു തിരയിൽ നിന്നും നോക്കണ്ട. എല്ലാം അവർ അതിൻ്റെ ഓർഡറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സ്പൂൺസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ താഴെ തന്നെ ആയിട്ടായിരുന്നു സ്പൂണും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മേലെ കയറി. മേലെ കുറച്ച് വീട്ടിലേക്ക് വേണ്ട പ്ലാസ്റ്റിക് ഐറ്റംസ്, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഒരു ഇതിലില്ലേ, ഈ പ്രതിമകൾ. ഞാൻ ഇത് കണ്ടാൽ എപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുദ്ധൻ്റെ പ്രതിമകൾ. ബുദ്ധനെ വന്നിട്ട് ചിരിക്കുന്ന, കരയുന്ന അതെല്ലാം, അതൊക്കെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അധികം നിന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയിട്ട് 200 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. 2-3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഒറ്റൊരെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഉപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഈ ടീനർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കഴിക്കാതെ ഒരിക്കലും തിരിച്ചു പോകാറില്ല. എൻ്റെ ഫേവററ്റാണ് ഐസ്ക്രീം. ഇതിൽ വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു ഐസ്ക്രീം കഴിക്കാതെ ഒരിക്കലും പോകാറില്ല. ഈ ചോളവും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ ഈ ഐസ്ക്രീമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഓൺ വോയിസ് ആയിട്ട് ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.